മോർണിംഗ് ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കണ്ടാലോ? അപ്പോൾ രാവിലെ തന്നെ മോൾക്ക് മധുരമൊക്കെ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണെന്നല്ലേ? അപ്പോൾ വേറൊന്നുമല്ല, അവളുടെ ജന്മനാളാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാവിലെ അവൾക്ക് ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇടിയപ്പവും ചിക്കൻ കറിയായിരുന്നു കേട്ടോ. അവൾക്ക് എപ്പോഴും ഇടിയപ്പം, നൂൽപുട്ട് അതുപോലത്തെ ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ദിവസം എന്തായാലും നമ്മൾ അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡും കാര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കാം എന്ന് വിചാരിക്കില്ല. ആ രീതിയിലാണ് ഞാൻ ഇന്ന് സ്പെഷ്യലായിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലൊക്കെ ഉണ്ടാക്കി കൊടുത്തത്. പിന്നെ അവൾ കുളിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ വന്നിരുന്നിട്ടുണ്ട് കേട്ടോ. മോളും മൂത്താളും ഇളയാളും ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. അങ്ങനെ കഴിക്കാനായിട്ടിരുന്ന് അവൾക്ക് ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടെന്നാണ് പറയുന്നത്. ഇടിയപ്പം ആയതുകൊണ്ടായിരിക്കും അവൾക്ക് ഇഷ്ടമായി എന്നാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വേറൊരു സംഭവമാണ് കേട്ടോ. അതായത് ഉച്ചയ്ക്ക് എന്ത് വേണം സ്പെഷ്യൽ എന്നുള്ളൊരു നറുക്കെടുപ്പാണ് നടക്കുന്നത്. അപ്പോൾ ബിരിയാണിയും ഉണ്ട്, സദ്യയുണ്ട്. അപ്പോൾ അവൾക്ക് എടുത്തപ്പോൾ സദ്യയാണ് കേട്ടോ വന്നത്. അങ്ങനെ അടുത്ത പായസമാണ് കേട്ടോ. അവൾക്ക് നുറുക്ക് പായസമാണ് കൂടുതൽ ഇഷ്ടം. പക്ഷേ എടുത്തപ്പോൾ കടലപ്പായസം ആയിപ്പോയി. അങ്ങനെ കടലപ്പായസമാണ് ഉണ്ടാക്കിയത്. ഞങ്ങളുടെ വീട്ടിലെ ഷെഫാണ് ഉണ്ടാക്കിയത്. ആരാണെന്നല്ലേ, അവളുടെ ബാപ്പ തന്നെയാണ് ഉണ്ടാക്കിയത് കടലപ്പായസം. ബാപ്പ കാറ്ററിംഗ് കൂടെ ആയതുകൊണ്ട് നന്നായിട്ട് ഉണ്ടാക്കുന്ന രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കാൻ തുടങ്ങിയത്. പക്ഷേ അടിപൊളി പായസമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളാണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റ് ആയിരുന്നു ടേസ്റ്റ് ചെയ്തപ്പോൾ. ഉച്ചയ്ക്കുള്ളതെല്ലാം കാലമായിട്ടുണ്ട് കേട്ടോ. ഉച്ചയ്ക്ക് ചോറുണ്ടാക്കിയിട്ടുണ്ട്. അടുത്തായിട്ട് ചിപ്സ്, സൈഡിൽ വയ്ക്കുന്ന ചിപ്സ്, പിന്നെ അവിയൽ, പിന്നെ അടുത്തായിട്ട് വേറെന്തുവാ, മാങ്ങ അച്ചാറാണ് കേട്ടോ. മാങ്ങ അച്ചാർ ഇന്നലെ ഉണ്ടാക്കി വെച്ചാണ്, ഷെഫാണ് ഉണ്ടാക്കിയത്. പിന്നെ അടുത്തായിട്ട് കിച്ചടിയാണ്, പിന്നീട് പച്ചടി, അടുത്തായിട്ട് മറ്റേ മധുരക്കറി ഉണ്ടല്ലോ, പൈനാപ്പിളൊക്കെ ഇട്ട മധുരക്കറി, പിന്നെ തോരൻ, അടുത്തതായിട്ട് എന്തോ നാരങ്ങ അച്ചാർ, പിന്നെ പപ്പടം ഉണ്ട് കേട്ടോ. പിന്നീടാണ് ഓർത്ത് പപ്പടം പൊരിച്ചില്ല എന്നുള്ളത്. പിന്നീടാണ് പൊരിച്ചത് കേട്ടോ പപ്പടം. പായസം ഉണ്ടായില്ലേ, മസ്റ്റ് ആണല്ലേ പപ്പടവും പഴം എന്നുള്ളതൊക്കെ. എനിക്ക് പപ്പടവും പായസവും ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ. അങ്ങനെ പപ്പടവും പായസം എല്ലാം റെഡി ആയിട്ടുണ്ട്. അടുത്ത് ഒന്നും കൂടി ചെക്ക് ചെയ്യണം, ഇനി എന്തെങ്കിലും മിസ്സായിട്ടുണ്ടോ എന്നുള്ളതാണ് കേട്ടോ ഈ ചെക്കിങ് കാണുന്നത്. മക്കൾ എത്ര വലുതായാലും ഏതൊരു അമ്മയ്ക്കും അച്ഛനും ഇപ്പോഴും കുഞ്ഞാണല്ലേ. അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളെല്ലാം അറിഞ്ഞ് പെരുമാറാൻ നമുക്ക് മാത്രമേ കഴിയത്തുള്ളൂ. അതുപോലെ തന്നെയാണ് ഫുഡിൻ്റെ കാര്യമായിരുന്നത്. അവർക്ക് എന്ത് ഇഷ്ടമാണെന്നുള്ളത് നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. അതുപോലെ അവരുടെ ഇഷ്ടത്തിന് നമ്മൾ ഈ ഒരു ദിവസം സ്പെഷ്യലാക്കി കൊടുത്തില്ലേ പിന്നെ എന്താണല്ലേ. അതുപോലെ എല്ലാവരുമായിട്ട് ഫുഡൊക്കെ കഴിക്കാനിരുന്നു കേട്ടോ. അങ്ങനെ മോളും ഇളയാളും ഉണ്ട് കേട്ടോ. അനിയത്തിയും കൂടെ ആയിട്ടാണ് ഇരുന്ന് കഴിക്കുന്നത്. പിന്നെ നിസാറിൻ്റെ ബാപ്പയുമായിട്ടാണ് ഒരുമിച്ചിരുന്നാണ് ഫുഡ് കഴിച്ചത്. ഡൈനിങ് ടേബിളിൽ സ്പേസ് കഴിയാത്തതുകൊണ്ട് ഞങ്ങൾ പിന്നീട് കേട്ടോ ഇരുന്നത്. അടുത്ത നറുക്കെടുപ്പ് ഏത് കേക്കാണ് വേണ്ടതെന്നാണ് കേട്ടോ. അവൾക്ക് ചോക്ലേറ്റ് കേക്കാണ് ഇഷ്ടമാണെങ്കിലും പിന്നീട് എടുത്തത് ഇതാണ് കേട്ടോ, ബ്ലാക്ക് ഫോറസ്റ്റ്. പിന്നെ അടുത്തായിട്ട് ഡ്രസ്സാണ്, പിങ്ക് വേണോ ഗ്രീൻ വേണോ, പിങ്കാണ് കേട്ടോ ഗ്രീൻ ആണ് കേട്ടോ എടുത്തത്. അങ്ങനെ അടുത്ത് വൈകുന്നേരം ഒരു 4-5 മണിയൊക്കെ ആയപ്പോൾ കേക്ക് മുറിക്കാനായിട്ട് ഇറങ്ങിയായിരുന്നു. ഈ കേക്ക് കൊണ്ടുവന്നത് എൻ്റെ ഡാഡിയാണ് കേട്ടോ കൊണ്ടുവന്നത്. മോളുടെ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് കൊടുത്തതാണ് കേട്ടോ ഈ കേക്ക്. അങ്ങനെ കേക്കൊക്കെ കേക്ക് കട്ട് ചെയ്ത് എല്ലാവരുടെ വായിലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ മധുരമേറിയ ഈ നിമിഷത്തെ എനിക്ക് ഓർമ്മ വന്നത് വേറൊന്നുമല്ല, അവളുടെ ആദ്യത്തെ പുഞ്ചിരിയാണ് കേട്ടോ. അതായത് നമ്മളുടെ കയ്യിലൊക്കെ ജനിച്ച് കിട്ടുമ്പോഴുള്ള ഒരു പുഞ്ചിരി ഉണ്ടല്ലോ, അതായത് നമ്മുടെ മുഖത്ത് നോക്കി കണ്ണ് ചിമ്മുന്ന ഒരു സന്തോഷമായിട്ടുള്ള ഒരു നിമിഷം ഇപ്പോൾ എനിക്ക് കണ്ണ് നിറയുന്നുണ്ട്. കാരണം വേറൊന്നുമല്ല, ഒരു നിമിഷം നമ്മുടെ മുന്നിലോട്ട് കടന്നുപോയി ഇത്രയും വലുതായ ഒരു കുട്ടിയായി എന്നുള്ള കാര്യത്തിൽ. മെയിനായിട്ടുള്ള കേക്ക് കട്ടിങ്ങും എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സന്തോഷമായിട്ടുള്ള ഒരു ഡേ ആയിരുന്നു. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ രാത്രിയിലായപ്പോൾ ഒരു സ്പെഷ്യലായിട്ട് ഒരു ഗിഫ്റ്റാണ് കേട്ടോ അവൾക്ക് കിട്ടിയത്. ആൻറ്റിയുടെ ഹസ്ബൻഡും മക്കളുമായിട്ടാണ് കേട്ടോ വന്നത്. അങ്ങനെ ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു സ്പെഷ്യൽ ഗിഫ്റ്റാണ് കേട്ടോ. അവൾ പ്രതീക്ഷിക്കാതെ കിട്ടിയപ്പോൾ അതൊരു സ്പെഷ്യൽ തന്നെയാണ്. അത് തുറന്ന് നോക്കിയപ്പോൾ ഒരു മുയൽക്കുട്ടനായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ഇരുട്ടത്ത് ലൈറ്റ് എത്തുമ്പോൾ ബ്ലൂവും പിങ്കും ലൈറ്റാണ് കേട്ടോ കത്തിയിരുന്നത്. അടിപൊളി ഒരു ഐറ്റം ആയിരുന്നു കേട്ടോ കിട്ടിയത്. അതേ ബർത്ത്ഡേ സ്പെഷ്യൽ ഇത്രയൊക്കെ ആയിരുന്നു കേട്ടോ. ഓക്കെ.